മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം 1 പത്രോസ് 1:4 വാക്യം, ഫസ്റ്റ് ലെറ്റർ ഓഫ് സെയിന്റ് പീറ്റർ ചാപ്റ്റർ 1:4, അവിടുന്ന് എന്റെ കാരുണ്യാതിരേകത്താൽ ഈശോ മിശിഹായുടെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ക്രൈസ്തവൻ ആത്മീയമായി പുതുജന്മം പ്രാപിച്ചയാളായിരിക്കണം. താൻ വീണ്ടും ജനിച്ചിരിക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് സെയിന്റ് പീറ്റർ പറയുകയാണ്. നമ്മുടെ കർത്താവ് നിക്കോദേമീസിനോട് വീണ്ടും ജനിക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ആത്മീയ മണ്ഡലത്തിലെ ജീവിതത്തിന് ഉതകുന്ന വിധത്തിലുള്ള ജനനമായിരിക്കും അതിപ്പോൾ തന്നെ സാധിക്കണം. ഉയർത്തെഴുന്നേറ്റ ഈശോയോട് ബന്ധപ്പെട്ടുള്ള ജീവിതം ആത്മീയ ജീവിതമാണ്. അപ്പോൾ പുതുജനനം ആവശ്യമാണ്. ആ ജനനം ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു. അങ്ങനെ നാം മരിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളതും അനുയോജ്യവുമായ അന്തരീക്ഷത്തിലേക്കായിരിക്കും പ്രവേശിക്കുന്നത്. ഒരു ഉദാഹരണം ഈ ആശയത്തെ വ്യക്തമാക്കും. ഒരു ശിശു വായുമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൈതൽ ജനിച്ചു എന്ന് നാം പറയും. വാസ്തവത്തിൽ ജനനം അതിനു മുൻപേ തന്നെ നടക്കുന്നു. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ആ ശിശു ഉദരത്തിൽ ജനിച്ചിരിക്കുന്നു. വായുമണ്ഡലത്തിലെ ജീവിതത്തിനായി അവയവങ്ങൾ അപ്പോൾ ലഭിക്കുന്നു. അതുപോലെ ഈ ലോകം ആകുന്ന ഉദരത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ആത്മീയമായി ജനിക്കാം. ആ ജനനം പ്രാപിച്ചവർ അവരുടെ മരണസമയം അവർക്ക് അനുയോജ്യമായ ആത്മീയ അന്തരീക്ഷത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ഈശോ ഇന്ന് ആത്മീയ ശരീരത്തിൽ ജീവിക്കുന്നു. നമ്മുടെ മരണാനന്തരം നാം ഈശോയോടുകൂടിയാണ് ജീവിക്കേണ്ടത്. ഈശോയുടെ ആത്മാവ് നമ്മിൽ പ്രവേശിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. ഉത്ഥാനം ചെയ്ത ഈശോയോട് ചേർന്ന് ജീവിക്കുന്നവരാണ് പുതുതായി ജനിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ഈശോയോട് ചേർന്നുള്ള ജീവിതം ആത്മീയ ലോകത്തിലേക്ക് നമ്മെ ഇപ്പോൾ തന്നെ ജനിപ്പിക്കും. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.